നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിക്രമിന്റെ കണ്ണി പെടാതിരിക്കാൻ എന്തോ ഒരു മാർഗം. വന്ദന, വക്കീൽ വിളിച്ച് പോവാതിരിക്കാനാവില്ല. പോവാനാവാത്ത അവസ്ഥയായി പോയല്ലോ. കുടുങ്ങിയല്ലോ ദേവി. ഞാനൊരു അമ്മൂമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്തയും കൊണ്ടാണോ നീ വന്നത്? അമ്മയ്ക്ക് സന്തോഷാടി മോളെ. ആ വാ വാ. വിശേഷം വല്ലതും നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഹരിതമോള് ഒരമ്മയാവാൻ പോന്നു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ് ഹരിത. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. ഒരമ്മൂമ്മയാകണമെന്ന ആഗ്രഹം സാധിച്ചു തരാൻ ജിതേന്ദ്രനോ വിദ്യക്കോ ഭാഗ്യം ഉണ്ടായില്ല. എന്റെ പൊന്നു മോൾക്ക് അതിനുള്ള രാശി തെളിഞ്ഞത്. അമ്മയ്ക്ക് സന്തോഷായി മോളെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അങ്ങനെ ഞാനും അനിയനും അമ്മാവന്മാരാവാൻ പോകുന്നു. അനിയ, നമുക്കിന്നൊന്ന് അടിച്ചു പൊളിക്കണം. പൊളിക്കാൻ ചേട്ടാ. അല്ല, ഹരിതയെ മാത്രം അഭിനന്ദിച്ചാ പോരല്ലോ, നായകനായ മനോജിനെ അഭിനന്ദിക്കണ്ടേ? അല്ല, മനോജ് എവിടെ? വന്നില്ലേ? ഞാനിവിടെ ഉണ്ടളിയ. ആ അളിയ, കൺഗ്രാറ്റുലേഷൻസ്. അല്ല, അളിയൻ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ഞാൻ മാറാല അടിക്കുമായിരുന്നു. ബെസ്റ്റ്. ഒരച്ഛനാവാൻ പോകുന്ന ആളാണോ ഇങ്ങനെ മാറാലൊക്കെ അടിക്കുന്നത്? അല്ല, ഈ പണി ചെയ്യാൻ ആരാ പറഞ്ഞേ? അത് എന്താ, നിങ്ങൾക്ക് ഈ പണിയെടുക്കാൻ പറ്റില്ലേ? അയ്യോ സർ, ഞാൻ വലയടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാ ഞാൻ വന്നത്. മുകളില് വലയടിക്കാൻ കഴിയാതെ ഇവര് വല്ലാതെ ബുദ്ധിമുട്ടെന്ന് കണ്ട് ഞാൻ തന്നെയാ ജോലി ഏറ്റെടുത്തത്. ഈ വീട്ടിൽ ഞങ്ങൾ വെറുത്തിരുന്ന ആള് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം കൊണ്ടു തന്നത്. കൺഗ്രാറ്റുലേഷൻസ്. മോനെ, അമ്മയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷം ഉണ്ടാവാനില്ല. ഈ വീട്ടിൽ നിന്നേ ഉത്സവമാണ്. ഗംഭീരമായ ഒരു സദ്യയാണ് ഞാൻ ഒരുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ശരിയമ്മേ, ഉച്ചയൂണ് മാത്രമല്ല രാത്രിയൂണും കഴിച്ചിട്ടേ ഞങ്ങള് പോകുന്നുള്ളൂ, അല്ലേ ഹരിമോളെ? കുറുപ്പച്ച, കുറുപ്പച്ചനൊരു അപ്പൂപ്പനാവാൻ പോവാ. ഹാപ്പി അല്ലേ? ഓ, ഹാപ്പി അല്ലടാ മോൾ. പോടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അല്ല, വക്കീലെത്തിയില്ലേ? വക്കീൽ സാർ അകത്തുണ്ട്. ആ. അല്ല, സാറ് പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിയാണ്. ആ, എന്റെ ഭാര്യയുടെ പേരിലാണ് പുതിയ കമ്പനി തുടങ്ങുന്നത്. ആ, കമ്പനി ഉദ്ഘാടനം അറിയിക്കാം. എത്തണം, മറക്കരുത് കേട്ടോ.
ഇപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വക്കീലുമായിട്ടൊന്ന് ചർച്ച ചെയ്യട്ടെ. ആ വക്കീൽ സാർ ഓഫീസിലുണ്ട്. രാവിലെ മുതൽ സാറിന്റെ ബിസിനസ് ഫയലുകളെല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുക. സാറി എന്നാട്ടെ. ഓ ശരി ശരി. വിക്രം ഇവിടെ ഏതായാലും കണ്ണിപ്പെടണ്ട. വിക്രം സാറിന്റെ പ്രോഡക്റ്റുകൾക്കെല്ലാം മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. എങ്ങും പ്രോഡക്റ്റുകൾ വിറ്റഴിയാതെ ബാക്കിയാവുന്നില്ല. ആ നിലയ്ക്ക് പുതിയൊരു കമ്പനി തുടങ്ങുന്നതും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വിപണിയിലെത്തുന്നതും വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ ആശ്വാസമാണ്. എന്റെ നക്ഷത്രം നല്ല ശുക്രദശയിലൂടെയാണ് കടന്നു പോകുന്നത്. വൈഫിന്റെ ഭാഗ്യരാശി കൂടി ഒന്ന് പരിശോധിക്കണം. അതിനാണ് വൈഫിന്റെ പേരിൽ തന്നെ പുതിയ കമ്പനി തുടങ്ങുന്നത്. നല്ല കാര്യം. 2 കമ്പനികൾക്ക് 2 മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ദാമ്പത്യ ജീവിതവും പൊരുത്തപ്പെട്ടു പോയിക്കോളും. നോക്കാം. വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പുതിയ കമ്പനിയുടെ രജിസ്ട്രേഷനും ഞാൻ ഫോണിൽ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം. ഒന്നിനും ഞാൻ നേരിട്ടിറങ്ങുന്നില്ല. എല്ലാം വക്കീല് വേണ്ട രീതിയിൽ ചെയ്തോണം. വിക്രം സാർ ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഞാൻ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് മെയിൽ അയക്കുമായിരുന്നു. വന്ദന, വക്കീല് വിളിക്കുന്നല്ലോ. വിക്രമിന്റെ കണ്ണിപ്പെടാതിരിക്കാൻ എന്തോ ഒരു മാർഗം. വന്ദന, വക്കീൽ വിളിച്ച പോവാതിരിക്കാനാവില്ല. പോവാനും ആവാത്ത അവസ്ഥയായി പോയല്ലോ. കുടുങ്ങിയല്ലോ ദേവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.